ഇന്ന് രാവിലെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഈ അൽ ജസീറയെ പറ്റി, മീഡിയ വണ്ണിനെ പറ്റി. അപ്പം ഞാനതിനെപ്പറ്റി പറഞ്ഞ അൽ ജസീറയുടെ ബ്ലോക്ക് ബാൻ ചെയ്തു പാലസ്റ്റീനിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു അൺപാർലമെൻ്ററി വാക്ക് ഉപയോഗിച്ചു. അത് തെറ്റായിപ്പോയി ആ വാക്ക് ഉപയോഗിച്ചത്. മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പറ്റി. അത് അൺപാർലമെൻ്ററി ആണ്. അത് ഞാൻ ഇമോഷണലി കയറി പറഞ്ഞതാണ്. അതിന് അൺകണ്ടീഷണൽ അപ്പോളജി. പക്ഷേ ഒരു കാര്യം ഓർമ്മയിരിക്കുക, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും പിന്മാറിയിട്ടില്ല. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് കൊടുത്ത ജഡ്ജ്മെൻറ്റ് മീഡിയ വണ്ണിൻ്റെ ആണെങ്കിലും, അതേപോലെ ഇന്ത്യയിലെ പല അമ്പലങ്ങളിൽ നടന്ന് ആ സ്റ്റാറ്റസ് കോ മാറ്റിയിട്ട് സർവേ ചെയ്യണമെന്ന് പറഞ്ഞത് വളരെ തെണ്ടിത്തരമാണ്. അതായത് അതൊരു ആൻറ്റി ഇന്ത്യൻ ജഡ്ജ്മെൻ്റ് ആണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മാറിയിട്ടില്ല. പൂർണ്ണമായിട്ടും അയാൾ കാണിച്ചത് തെണ്ടിത്തരമാണ്. ഇപ്പം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാൽഡീവ്സിനെ പറ്റി. ഇന്നലെ ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, ഇന്ന് രാവിലത്തെ ആ വീഡിയോ. എന്താണ് ആ ഓപ്പറേഷൻ, എങ്ങനെയാണ് 2023 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പല ഏജൻസികളും ജോയിൻ്റായിട്ട് എങ്ങനെയാണ് നടത്തിയത്. അപ്പം അതിനെപ്പറ്റി പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ചെയ്തത് മുർസി എന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡന്റ്, വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ പൂർണ്ണമായിട്ടും തിരിയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഇന്ത്യൻ ഓപ്പറേഷൻസ് മുഴുവൻ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു. ചൈനയ്ക്ക് പൂർണ്ണമായിട്ടും അധികാരം കൊടുക്കുന്ന രീതിയിൽ ചൈനയെ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി 2-3 ദ്വീപുകൾ അവരുടെ ഓപ്പറേഷൻ പാർട്ടായിട്ട് കൊടുക്കുന്നു. അതേപോലെ മറ്റ് പല രാജ്യങ്ങളിലും പോയിട്ട് ഇന്ത്യക്കെതിരെ മോശമായിട്ട് പല കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അതേപോലെ ചൈനയിൽ പോകുന്നു, കുടുംബമായിട്ട് പോകുന്നു. ചൈനയെ പൂർണ്ണമായിട്ടും മാൽഡീവ്സ് ഏൽപ്പിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. ഉറപ്പായിട്ടും അമേരിക്ക ഇതിനകത്ത് ഇന്ത്യയുടെ കൂടെ നിന്ന് അവരാണ് ഇന്ത്യക്ക് അഡ്വൈസ് ചെയ്തത്. കാരണം ഡീപ് സ്റ്റേറ്റ്, നിങ്ങൾക്കറിയാം അമേരിക്ക എങ്ങനെ ഗെയിം കളിക്കുന്നത്. പിന്നെ ആ സംഭവം ഉണ്ടായിട്ട് അമേരിക്കയുടെ ഇൻസ്ട്രക്ഷനോട് കൂടിയാണ്, അതായത് അമേരിക്ക ഇന്ത്യയും ജോയിൻ്റ് ആയിട്ട്, പക്ഷേ ഇന്ത്യയാണ് ഫ്രണ്ട് ലൈനിൽ നിന്ന് ഈ ഗെയിം കളിക്കുന്നത്. അതായത് അവിടെയുള്ള മാൽഡീവ്സിലുള്ള പൊളിറ്റീഷ്യൻസ്, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലും കാരണം ഇവരുമായിട്ടൊക്കെ ഇന്ത്യക്ക് ബന്ധമുണ്ട്, നമ്മുടെ ഒഫീഷ്യൽസുമായിട്ട്. ഇവരുമായിട്ട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തിട്ട് അവിടെയുള്ള ഭരണകക്ഷിയിലുള്ള എം പിമാരുമായിട്ട് അവരുടെ ഉള്ളിലോട്ട് ഇത് പെനട്രേറ്റ് ചെയ്തു. അവരെയൊക്കെ കൺവിൻസ് ചെയ്ത് പണം എന്താണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രസിഡൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് എല്ലാം നടന്നത് ചെന്നൈ വെച്ചാണ്. അപ്പം ഇത്രയും ആൾക്കാർ, നിങ്ങൾക്കറിയാം ഈ മാൽഡീവ്സിലുള്ളവർക്ക് ഇന്ത്യക്ക് വരാൻ ബിസി ഒന്നും വേണ്ട, ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും പോകാം. ഈ പറയുന്ന പാർലമെൻറ്റേറിയൻസ് അധികവും ഇങ്ങ് ചെന്നൈയിലെത്തി. അവിടെ ഇരുത്തിയിട്ട് ഇതിനെ മറിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഇതിനെ പൂർണ്ണമായിട്ടും മറിക്കേണ്ട, എന്താണ് ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് പറയുന്ന കേൾക്കട്ടെ, അതിനുവേണ്ടി അയാൾ ഈ കാര്യം ധരിപ്പിക്കുന്നു. അതാണ് ഉണ്ടായത്. അയാൾ ഈ കാര്യം ധരിപ്പിക്കുന്നു. എന്നിട്ട് അയാളോട് പറയുന്നു ചെന്നൈയിൽ വരാൻ രഹസ്യമായിട്ട്. ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് എയർക്രാഫ്റ്റെല്ലാം അയച്ചു കൊടുക്കുന്നത്. ഇയാൾ ചെന്നൈയിലെത്തുന്നു. ഇയാൾ വന്ന് കാണുമ്പോൾ ഇയാളുടെ പാർട്ടിക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് ബ്ലോക്കായിട്ടിരിക്കുകയാണ് ഇയാളെ താഴെയാക്കാൻ. ഇവിടെ വെച്ചാണ് മുർസിക്ക് പിടികിട്ടിയത്, ആ പ്രസിഡന്റ് പിടികിട്ടിയത്. അയാളെ തൊലച്ച് കളയും. അത് തൊലച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന ഇയാൾ ജയിലിലായിരിക്കും. ഇങ്ങനെയാണ് പെട്ടെന്ന് ഇയാളെ പ്ലേറ്റ് മാറ്റിയിട്ട് ചൈനയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഇന്ത്യയുടെ കൂടെ പോയത്. ഇങ്ങനെയാണ് ഈ ഓപ്പറേഷൻ്റെ ശൈലി നടന്നു എന്നാണ് വളരെ കാര്യമായ രീതിയിൽ, വളരെ കൃത്യമായ സോഴ്സിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇനി നമ്മൾ ഒരു പഴയൊരു ചരിത്രത്തിലോട്ട് പോകാം. ഈ 2011 ഒബാമ അഡ്മിനിസ്ട്രേഷൻ, അതായത് അമേരിക്ക ഭരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു റോബർട്ട് ഗേറ്റ്സ്. അദ്ദേഹം ഇന്ത്യക്കൊരു പ്രപ്പോസൽ കൊടുത്തു. അതിപ്പോൾ ആ പ്രപ്പോസലിനകത്ത് പറയുന്നത് ഈ ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന
ശ്രീലങ്കയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഭൂട്ടാനിലുണ്ടാകാൻ സാധ്യതയുണ്ട്, മോൾഡീവ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഓൾറെഡി ആ ഇന്ത്യൻ ഓഷ്യനിൽ അവർക്ക് ബേസ് ഉണ്ട്, ഡിയാഗോ ഗ്രാഷ്യം. അപ്പോൾ ഇതിനകത്ത് ഈ പ്രപ്പോസലിനകത്ത് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങൾ, അത് ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ് ഉൾപ്പെടെയാണ്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, മോൾഡീവ്സ്, ഈ പറയുന്ന 4 രാജ്യങ്ങളിൽ ഇന്ത്യ മിലിറ്ററി ബേസ് തുറക്കണം. ഇതാണ് അവരുടെ ഒരു സജഷൻ. അപ്പം അതിന് ഇവർ പറയുന്നത്, ഇവർ തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ കാര്യമാണ്. ഇവർ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പറയുന്നുണ്ട്, ഈ രാജ്യങ്ങളുമായിട്ട് അവർ നേരിട്ട് സംസാരിച്ചിട്ട്, ഡിപ്ലോമാറ്റിക് ലെവലിൽ സംസാരിച്ചിട്ട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ സൈനിക താവളം, അതായത് മോൾഡീവ്സിൽ അവർ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഏകദേശം 2000 വരുന്ന ആർമിയും പിന്നെ നേവിയുടെ ഒരു ബേസും, ശ്രീലങ്കയിലും അതേപോലെ നേവിയുടെ ഒരു ബേസും, ഇന്ത്യൻ ആർമി എയർഫോഴ്സിൻ്റെ ബേസും, ഭൂട്ടാനിൽ പറയുന്നത് എയർഫോഴ്സിൻ്റെ ബേസും ഇന്ത്യൻ പട്ടാളം ഏകദേശം 3000 പേര്, ബംഗ്ലാദേശിൽ ഏകദേശം 3000-4000 പേരും, പിന്നെ ഇന്ത്യയുടെ എയർഫോഴ്സ് ബേസ്. ഇതാണ് അവർ പ്രപ്പോസൽ കൊടുത്തത്. ആ പ്രപ്പോസൽ കൊടുത്തപ്പോൾ ആദ്യം ഇന്ത്യ പറഞ്ഞു, ഇന്ത്യക്ക് അത്രമാത്രം ഈ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റുകളില്ല. അപ്പം അവർ പറഞ്ഞൊരു സജഷനാണ്, അതായത് അവരെ ഉപയോഗിക്കുന്ന സെക്കൻഡ് ഹാൻഡ് എയർക്രാഫ്റ്റ് ഉണ്ട്, F-16, അതായത് 10 വർഷവും 5 വർഷമൊക്കെ കഴിഞ്ഞത്. അതിൻ്റെ ഈ പറയുന്ന എല്ലാ ബേസുകളിലും 2 സ്ക്വാഡ്രൺ വെച്ച് കൊടുക്കാം. അതായത് അതിൻ്റെ പണം പടിപടിയായിട്ട് പിന്നെ തന്നാൽ മതി. ഇങ്ങനെ സജഷനും അവർ കൊടുത്തു. അതിൻ്റെ വെപ്പൺസും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ പറയുന്ന അത് ഫ്ലൈ ചെയ്യാനുള്ള പൈലറ്റുമാർക്കുള്ള ട്രെയിനിങ് അമേരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് F-16 ഇന്ത്യയുടെ അടുത്തുള്ള ബേസുകളിൽ, എയർഫോഴ്സ് ബേസുകളിൽ വരട്ടെ. ഈ പ്രപ്പോസൽ ആദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ, അതായത് ക്യാബിനറ്റ്, ഇത് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു പ്രാവശ്യം AK ആൻ്റണി അമേരിക്കയിൽ പോവുകയും ചെയ്തു, റോബർട്ട് ഗേറ്റ്സുമായിട്ട് കാണുകയും ചെയ്തു. മനസ്സിലാക്കുക ഇവിടം വരെ പോയി. പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൽ നിന്നും അങ്ങ് പിന്മാറി. ഗവൺമെൻറ് ഇന്ത്യ പറഞ്ഞൊരു സംഭവമാണ്, ഈ പറയുന്ന ചൈനയുമായിട്ട് ഞങ്ങൾക്ക് ത്രട്ടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, വളരെ നല്ല റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ഈ പറയുന്ന മോൾഡീവ്സുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ശ്രീലങ്കയുമായിട്ട് പ്രശ്നമില്ല, ബംഗ്ലാദേശുമായിട്ട് പ്രശ്നമില്ല, ഈ ഭൂട്ടാനുമായിട്ട് പ്രശ്നമില്ല. അപ്പം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് റോബർട്ട് ഗേറ്റ്സും കൂട്ടരും പറഞ്ഞത്, പക്ഷേ ഇവരൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഡിസ്കഷൻ കഴിഞ്ഞ് വീണ്ടും ഇത് പൂർണ്ണമായിട്ടങ്ങ് നമ്മളിത് തള്ളിക്കളഞ്ഞു. കാരണം ഇന്ത്യയിലുള്ള ചില ആളുകൾ, സീനിയർ പൊളിറ്റീഷ്യൻസ്, അഡ്മിനിസ്ട്രേഷനും ചിലപ്പം അമേരിക്കൻ F-16 ഇന്ത്യൻ സൈന്യത്തിലോട്ട് വരാനുള്ള അടവാണ് അമേരിക്കയുടെ എന്നൊക്കെ ഇവർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെയാണ് മോൾഡീവ്സിലുണ്ടായത്, എന്താണ് ശ്രീലങ്കയിലുണ്ടായത്, എന്താണ് ബംഗ്ലാദേശിലുണ്ടായത്. ഈ പറഞ്ഞ പോലൊക്കെ സംഭവിച്ചു. ഒരു കാര്യമുണ്ട്, അമേരിക്കൻ ഡിപ്ലോമസി, അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്നവരും അവരുടെ ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് വളരെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരെല്ലാവരും തന്നെ, അതായത് ശ്രീലങ്ക ഈ പറയുന്ന ചൈനയെ കൊണ്ടുപിടി ഇരുത്തി പോർട്ടുണ്ടാക്കി, എയർപോർട്ടുണ്ടാക്കി, ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉണ്ടാക്കുന്ന സമയത്താണ് അവരുടെ എക്കോണമി തകരുന്നത്. മോൾഡീവ്സിൽ എന്താ ഉണ്ടായത്, അവരവിടെ കൊണ്ടുവന്നു ഏകദേശം എത്രയും പേര് അവരുടെ ചൈനീസ് കമ്പനികളുടെ പല ദ്വീപുകളിലും റിസോർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ദിവസം 20ഓളം ചൈനീസ് ഫ്ലൈറ്റുകളാണ് മോൾഡീവ്സിൽ വരുന്ന ടൂറിസ്റ്റുമായിട്ട്. ഇതൊക്കെ ഉള്ള സത്യം അവർ പറഞ്ഞ അതേപോലെ സംഭവിച്ചു. അതായത് അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ ഗവൺമെൻറ് പറഞ്ഞത് ഇന്ത്യൻ നേവിയും അമേരിക്കൻ നേവിയും ജോയിൻ്റായിട്ട് ഇന്ത്യൻ ഓഷനിൽ പെട്രോളിങ് നടത്തും. അതേപോലെ അമേരിക്കൻ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും ജോയിൻ്റ് ആയിട്ട് എക്സർസൈസ് നടത്തും. ഇതൊക്കെയാണ് അവരുടെ പ്രപ്പോസൽ പത്ത്. പക്ഷേ എന്നോട് ചോദിക്കാൻ നല്ല പ്രപ്പോസലായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ അമേരിക്കയാണ് ലോക പോലീസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ റീജിയൻ്റെ കംപ്ലീറ്റ് ഇന്ത്യയാണ് പോലീസ്, ഇന്ത്യയാണ് ബിഗ് ബ്രദർ, ഇന്ത്യയാണ് ഇവിടുത്തെ വലിയ അമ്മാവൻ തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണം. ഇതൊരു പവറിൻ്റെ കാര്യമാണ് ബേസിക്കലി. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ. കാരണം ആ പവർ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന മുർസി അയാൾ ബഹളം ഉണ്ടാക്കുമായിരുന്നു, ഈ ബംഗ്ലാദേശി പ്രശ്നം ഉണ്ടാകുമായിരുന്നു, ഷെയ്ഖ് ഹസീനയ്ക്ക് മാറേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നു. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ?
ഈ ഭൂട്ടാനിൽ ഇന്ത്യക്ക് അവിടെ ബേസ് ഉണ്ടെങ്കിൽ ചൈന ഈ പറയുന്ന നമ്മുടെ ലേ ലഡാക്കിലും ഈ പറയുന്ന ഗാൽവാനിൽ കയറുമായിരുന്നു. ഇറ്റ്സ് എ പ്രപ്പോസൽ ഈസ് വെരി വെരി ഗുഡ്. പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് കാണാനുള്ള, കാരണം കുറച്ചും കൂടെ മുൻപോട്ട് കാണാനുള്ള കഴിവ് നമ്മുടെ ഭരിച്ച നേതാക്കൾക്ക് ഇല്ലാതായിപ്പോയി. ഇതാണ് ഉണ്ടായത്. കാരണം ആ പ്രപ്പോസൽ അംഗീകരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഈ റീജിയനിലെ താപ്പാനകളാണ്, നമ്മളാണ് തീരുമാനിക്കും. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ മാൾഡീവ്സിൽ പോയി കഴിയുമ്പോൾ അവിടെ ആൾക്കാർ വളരെ മോശമായിട്ടാണ് ഇന്ത്യക്കാരോട് പെരുമാറുന്നത്. അവിടെ ഇന്ത്യൻ 2000-3000 ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സ്വാധീനം, ഇന്ത്യൻ ബേസ് ഉണ്ടെങ്കിൽ അവരവരുടെ കാലം പേരിൽ പിടിക്കും. കാരണം നമ്മളില്ലേ അവന് സെക്യൂരിറ്റി കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ശ്രീലങ്കയിലും ഉണ്ടാകുന്നത്, ഇത് തന്നെയാണ് പിന്നെ ബംഗ്ലാദേശിലും ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന മനസ്സിൽ ഇങ്ങനെയാണ് അമേരിക്കൻസിന് ലോകത്തെല്ലായിടത്തും പോകുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് റെസ്പെക്റ്റും ബഹുമാനം, അവനെ പേടി. കാരണം അവൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ രാജ്യം കൊടുക്കുന്നത്, ആ രാജ്യത്തിൻ്റെ. ഇത് ജിയോ പൊളിറ്റിക്സ് ആണെങ്കിൽ അവിടുത്തെ സാധാരണക്കാരനും ഓരോ സാധാരണക്കാരനും അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കിട്ടും. ഇതൊക്കെ നമ്മളാണ് ഇവിടുത്തെ പോലീസ്, ഈ റീജിയൻ നമ്മളാണ് ഭരിക്കുന്നത്, മറ്റുള്ളവർക്കൊക്കെ ഞങ്ങളാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്. ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, അതനുസരിച്ച് നമുക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ത്രെട്ട്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പം ചൈനയുമായിട്ട് ലോഹ്യമൊക്കെ പറഞ്ഞ് വിരിഞ്ഞാലും ചൈന എന്ന് പറയുന്നത് നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നെയാണ്. അവൻ ചാൻസ് കിട്ടിയാൽ വിടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടും 2 വർഷം മുമ്പ് നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ലക്ഷദ്വീപിൽ പോയിട്ട് ബേസ് ഉണ്ടാക്കി, വലിയ ബേസ് ഉണ്ടാക്കി. കാരണം അവർ ഗവൺമെൻറ്റിന് പിടികിട്ടിയത് പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. ഈ പറയുന്ന മാൾഡീവ്സിൽ വരുന്നു, ശ്രീലങ്കയിൽ വരുന്നു, ചൈന കയറി വരുന്നു, ഇവിടെ മുഴുവനും പെട്രോളിങ് നടത്തുന്നു, അവരുടെ ബേസ് അവർ വലുതായിട്ട് മാൾഡീവ്സിൽ ഉണ്ടാക്കാൻ പോകുന്നു, ശ്രീലങ്കയിൽ ഉണ്ടാക്കാൻ പോകുന്നു. അത് അമേരിക്ക വളരെ മുൻകൂട്ടി കണ്ട് ഇന്ത്യയോട് പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ പോലീസാകെ ഞങ്ങൾ കൂടെ ഉണ്ട്. അന്ന് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് ചിലവിലാണ് ലക്ഷദ്വീപിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനീ പറയുന്നത് ഇത് വളരെ മുൻകരി. അബ്ദുൽ ഖയ്യും 1998 നിങ്ങൾക്കറിയാവുന്ന. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കുറച്ച് ആയുധങ്ങളുമായിട്ട് അത് പിടിക്കാൻ പോയപ്പോൾ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ നട്വർ സിംഗ് ആണ് ഓപ്പറേഷൻ നടത്തി ഇന്ത്യൻ പട്ടാളത്തെ, ഇന്ത്യൻ സൈനികരെയും ഇന്ത്യൻ എയർഫോഴ്സിനെ വിട്ടിട്ട് അവരെ പിടിച്ചിട്ട് വീണ്ടും അബ്ദുൽ ഖയ്യൂമിനെ അവിടെ ആക്കുന്നത്. അന്ന് ഈ അബ്ദുൽ ഖയ്യൂം പറഞ്ഞാണ് ഇന്ത്യയുടെ ബേസ് അവിടെ തുറക്കാൻ. അന്ന് ഇന്ത്യ പറഞ്ഞ് ഇന്ത്യയുടെ സാമ്പത്തികം അത്രയില്ല, അതുകൊണ്ട് അവിടെ ബേസ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് നിങ്ങൾ ആലോചിക്കുക, ഈ ശ്രീലങ്കയിൽ ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് നമ്മൾ തിരുവനന്തപുരം ബേസ് വളരെ ആക്റ്റീവ് ആക്കുന്നത്, അതായത് എയർഫോഴ്സിൻ്റെ ബേസ്. കാരണം നമുക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടാകാൻ പോവുകയാണ്. ഈ മാൾഡീവ്സ് ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും. ഇതേ സമയത്ത് ഈ രാജ്യങ്ങളിൽ, അതായത് മാൾഡീവ്സിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഭൂട്ടാനിലും ഇന്ത്യക്ക് ബേസ് ഉണ്ടെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് 0 ആയിട്ടങ്ങ് മാറും. കാരണം ജോയിൻ്റ് എക്സർസൈസും പരിപാടികളൊക്കെ ചെയ്യും. കാരണം ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഇന്ത്യയിൽ. ഇതേപോലെ ഈ ഷെയ്ഖ് ഹസീന മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ യൂനിസ് അവിടുത്തെ പ്രധാനമന്ത്രിയായി, അതായത് താൽക്കാലിക പ്രസിഡൻ്റായി. ഇതേപോലെ പ്രശ്നം ഉണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, പോസിറ്റീവായിട്ട് ആലോചിക്കണം. നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ അമേരിക്കയെ സംഭവിച്ചു കൊടുക്കുക, അവൻ്റെ ഡീപ്പ് സ്റ്റേറ്റ്, അവൻ്റെ എത്രമാത്രം വിഷൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ചൈനയെ എതിർക്കുവാൻ ഇന്ത്യ മാത്രമാണ് അവർക്ക് ഈ റീജിയനിൽ താല്പര്യമുള്ളത്. കാരണം ഇന്ത്യ അവരുടെ കൂടെ നിൽക്കുമെന്നറിയാം. കാരണം ചൈന ഇന്ത്യയുടെ അമേരിക്കയുടെയും പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നൊരു പ്രപ്പോസലാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മോദി ഗവൺമെൻറ് നടപ്പാക്കാൻ ശ്രമിക്കണം. കാരണം ഒരു കാരണവശാലും നമുക്ക് എക്സ്റ്റേണൽ ശക്തികൾ നമ്മളെ ഭയക്കാൻ നമ്മൾ ഇടയുണ്ടാവരുത്. അതായത് ഇന്ത്യൻ ഓഷനിൽ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ നിൽക്കണം. ഇത് ചൈനയുടെ ഒരു ഡോമിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന സമയങ്ങൾ, കാരണം ഇന്ത്യ ഗ്ലോബലായിട്ട് നമ്മുടെ GDP നമ്മൾ ഒരു ഗ്ലോബൽ പവറായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഏത് രീതിയും ചൈന നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം കണ്ടൊരു പോസിറ്റീവ് തീരുമാനം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.